നമസ്കാരം. യൂണിവേഴ്സൽ കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ആദ്യത്തെ പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കാം. ആദ്യമായി ഞാനൊരു സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഒരു നിക്രോമിന്റെ കോയിലിനെ ഒരു 6 വോൾട്ട് ബാറ്ററിയുമായിട്ടും ഒരു സ്വിച്ചുമായിട്ടും കണക്ട് ചെയ്തു. നിക്രോം എന്ന് പറയുന്ന കോയിലിനെ കുറിച്ച് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നിക്രോം കോയിൽ. ഈ നിക്രോമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റലാണ്. ഹൈ റെസിസ്റ്റിവിറ്റി. എന്താണ് ഹൈ റെസിസ്റ്റിവിറ്റി എന്ന വാക്കിനർത്ഥം? ഉയർന്ന പ്രതിരോധം. വൈദ്യുതിയെ വളരെയധികം തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം എന്ന് പറയും. സോളിഡ് ലിക്വിഡായി മാറുന്ന ഫിക്സ്ഡ് ടെമ്പറേച്ചറാണ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഈ നിക്രോം വയർ ഹൈ മെൽറ്റിംഗ് പോയിന്റും ഹൈ റെസിസ്റ്റിവിറ്റിയും. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എബിലിറ്റിയാണ്, കഴിവാണ്. എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ for a long time without getting oxidized. എന്താണ് ഈ വാക്കിനർത്ഥം? ദീർഘനേരം ചുട്ടുപഴുത്ത് നിൽക്കാനുള്ള കഴിവ്. റെഡ് ഹോട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചുട്ടുപഴുത്ത് നിൽക്കുക. വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, ഓക്സിജനുമായി പ്രവർത്തിച്ച് തീ കത്താതെ ദീർഘനേരം നിൽക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഈ നിക്രോം വയറിനെ നമ്മൾ ഹീറ്റിംഗ് കോയിലുകളായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന നിക്രോമിനെ കണക്ട് ചെയ്തിരിക്കുന്നു. 6 വോൾട്ട് ബാറ്ററിയും സ്വിച്ചുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ കണക്ട് ചെയ്തിരിക്കുന്ന 2 എൻഡുകളെ നമ്മൾ എ എന്നും ബി എന്നും മാർക്ക് ചെയ്യും. So we have to find out the potential difference. നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യണമെങ്കിൽ ഇതിനെ ഒരു വോൾട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്യും. വോൾട്ട് മീറ്റർ. ഇതിനുള്ളിൽ കടന്നു പോകുന്ന കറണ്ട് മെഷർ ചെയ്യാൻ നമുക്കൊരു അമ്മീറ്റർ കണക്ട് ചെയ്യും. അപ്പൊ ഈ സർക്യൂട്ടിൽ ഒരു നിക്രോമിന്റെ വയർ 6 വോൾട്ട് ബാറ്ററിയും സ്വിച്ചുമായി കണക്ട് ചെയ്തിരിക്കുന്നു. നിക്രോമിനെ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഓക്സിജനുമായി പ്രവർത്തിച്ച് തീ കത്താതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവും നിക്രോമിനുണ്ട്. അപ്പൊ വൈദ്യുതി കടന്നു ചെല്ലുമ്പോൾ നിക്രോമിന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നല്ല റെഡ് ഹോട്ടായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ വൈദ്യുതി കടത്തിവിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ജൂൾ ഹീറ്റിംഗ്. ജൂൾ ഹീറ്റിംഗ്, ഓറോമിക് ഹീറ്റിംഗ് എന്നൊക്കെ പറയും. ജൂൾ ഹീറ്റിംഗ് എന്ന് പറയും. നമ്മൾ ഹീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമം. അദ്ദേഹത്തിന്റെ നിയമം ജൂൾസ് ലോ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാഠത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ജൂൾസ് ലോ. എന്താണ് ജൂൾസ് ലോ എന്ന് പറഞ്ഞാൽ അമ്മീറ്റർ ഉപയോഗിച്ച് നമുക്ക് കറണ്ട് മെഷർ ചെയ്യാം. കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഐ ആണ്. ഇതിന്റെ യൂണിറ്റ് ആംപെയർ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് അറിയാമെങ്കിൽ ആ കറണ്ട് എത്രയാണെന്ന് അമ്മീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റും. ഇനിയും ഇതിന്റെ റെസിസ്റ്റൻസ്, പ്രതിരോധം, ഇത് എത്രമാത്രം വൈദ്യുതിയെ തടഞ്ഞു നിർത്തുന്നോ അതിന്റെ അളവ് നമുക്കറിയണം. റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ കളർ കോഡുകൾ വെച്ചിട്ടൊക്കെ ഇതിന് റെസിസ്റ്റൻസ്, നിക്രോമൈലിന് റെസിസ്റ്റിവിറ്റി എത്രയാണെന്ന് അറിയാൻ പറ്റും. അത് അതിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് അറിയണം. ഇതിലൂടെ വൈദ്യുതി ഒഴുകുന്ന സമയവും നമുക്കറിയണം. ടൈം ഓഫ് ഫ്ലോ ഓഫ് കറന്റ്. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ടി.
ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ജൂൾ ഹീറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ഹീറ്റ് in a conductor when electricity is or the current is passing through it. കറണ്ട് കടന്നു പോകുന്ന ഒരു ചാലകത്തിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോസസ്സിനെയാണ് ജൂൾ ഹീറ്റിംഗ് ഓർ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജൂൾസ് ലോ എന്താണ്? അക്കോർഡിംഗ് ടു ജൂൾസ് ലോ, the amount of heat generated in a current carrying conductor, വൈദ്യുതി കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവ് is directly proportional to the square of the ഹീറ്റിനെ നമുക്ക് H എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്താൽ H directly proportional to the square of the current, resistance of the conductor and the time of flow of current. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജൂൾസ് ലോ പറയുന്നത് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകം കണ്ടക്ടറാണ്. അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗം സ്ക്വയറിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രതിരോധത്തിന്റെയും അതിൽ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേർ അനുപാതമാണെന്ന് പറയുന്ന നിയമമാണ് ജൂൾസ് ലോ. അങ്ങനെയാണെങ്കിൽ ജൂൾസ് ലോയുടെ ഇക്വേഷൻസ് H is equal to I²R. ഇതാണ് ജൂൾസ് ലോയുടെ ഇക്വേഷൻ. ഈ ചാപ്റ്ററിൽ ധാരാളം കാൽക്കുലേഷൻസ്, അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് അല്ലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട് ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജൂൾസ് ലോയുടെ ഇക്വേഷൻസും കുറെ നമ്മൾ ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ H is equal to I²RT. നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. ഓംസ് പിരമിഡ് അല്ല ഓംസ് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന VIR. ഈ റിലേഷനിൽ 3 ഇക്വേഷനുകൾ നമ്മൾ ഇവിടെ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. V is equal to I into R, R is equal to V by I, then I is equal to V by R. ഈ 3 ഇക്വേഷനും നമ്മൾ ഓംസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ, ഓം നിയമം 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിലെ ഐയുടെ വാല്യൂയും ആറിന്റെ വാല്യൂയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഈ ഇക്വേഷനകത്തോട്. അപ്പോൾ നമ്മൾക്ക് ഓംസ് ലോ, അക്കോർഡിംഗ് ടു ഓംസ് ലോ, I is equal to, capital I is equal to V by R. This value, ഈ വില നമ്മൾ can substitute in the equation. എന്താണ് substitute എന്ന് പറഞ്ഞാൽ? പകരം ചേർക്കുന്നു. Substitute in the equation. H is equal to I²RT. I²RT എന്ന സമവാക്യത്തിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പകരം ഐന് പകരം നമ്മൾ V by R എന്ന് ചേർക്കുമ്പോൾ then equation H is equal to, ഐക്ക് പകരം V by R, സ്ക്വയർ ആയതുകൊണ്ട് I² ആയതുകൊണ്ട് V by R the whole square into R into T. ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. H is equal to V into V divided by R into R into R into T. ഡിനോമിനേറ്ററിലുള്ള ഒരാറും ന്യൂമറേറ്ററിലുള്ള ഒരാറും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ we get equation H is equal to V² by R into T. This is the second derivation of equation related to Joule's law. നമ്മൾ ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട 2 ഇക്വേഷൻ, ജൂൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. Then we are going to the third equation. മൂന്നാമത്തെ ഇക്വേഷനിലാണ് H is equal to I²RT എന്ന ഇക്വേഷനകത്ത് ജൂൾസ് ലോ അനുസരിച്ചുള്ള R is equal to V by I, സെക്കൻഡ് വാല്യൂ. ഇത് R is equal to V by I എന്ന വില ആറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. In the equation H is equal to I²RT എന്ന് പറയുന്ന ഇക്വേഷനകത്തെ R എന്ന് പറയുന്ന വാല്യൂവിന് പകരം നമ്മൾ V by I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പകരം ചേർക്കുക. Then H is equal to I², അതുപോലെ തന്നെ എഴുതി
V by I into T. ഇവിടുത്തെ ഒരു സ്ക്വയർ ഒരു ഐയും പോകും, ഈ ഐയും ക്യാൻസൽ ചെയ്യും. വി ഗെറ്റ് എ ന്യൂ ഇക്വേഷൻ H is equal to VIT. IVT നമ്മൾ കുറച്ച് നന്നായിട്ട് VIT എന്ന് എഴുതും. ദിസ് ഈസ് ദ തേർഡ് ഇക്വേഷൻ റിലേറ്റഡ് ടു ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷന് വേണ്ടി നമ്മൾ 3 ഇക്വേഷനുകൾ. അടുത്ത നിങ്ങൾ പവർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. പവർ എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ പവറിന്റെ യൂണിറ്റ് വാട്ട് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. വാട്ട് അല്ലേ? ഒരു അയൺ ബോക്സിന്റെ പവർ പറയുകയാണെങ്കിൽ 1200 വാട്ട്. ഒരു CFL പവർ പറയുകയാണെങ്കിൽ 20 വാട്ട്. ഒരു LED എന്ന് പറയുമ്പോൾ 9 വാട്ട് ഉണ്ട്, 7 വാട്ട് ഉണ്ട്, 4 വാട്ട് അങ്ങനെയൊക്കെയുണ്ട്. ഈ വാട്ട് ഇതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്ത് ഇതിന്റെ പവറാണ്. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. WATT വാട്ടാണ് പവറിന്റെ യൂണിറ്റ്. അപ്പൊ ഇവിടെ ഈ പവർ എന്ന് പറയുമ്പോൾ ശരിക്കും the amount of electrical energy consumed by an electrical appliance in unit time. അങ്ങനെയാണെങ്കിൽ ഇതിൽ അയൺ ബോക്സിന് പവർ കൂടുതൽ. ഇത് CFL, ഇത് LED. ഇതിൽ പവർ ഏറ്റവും കുറവ് കാണിക്കുന്നത് 9 വാട്ട്. ഇതിനർത്ഥം എനർജി കൺസംഷൻ എന്ന് പറഞ്ഞാൽ വൈദ്യുത ഉപഭോഗം കുറവാർക്കാണ്? LED. കാരണം ഒരു ഉപകരണം ഒരു യൂണിറ്റ് സമയത്ത് വലിച്ചെടുക്കുന്ന വൈദ്യുതോർജ്ജത്തിന്റെ അളവിനെയാണ് നമ്മൾ ശരിക്കും അതിന്റെ പവർ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പവറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നതിന് മുന്നേ എന്താണ് നമ്മൾ പവർ എന്ന് പറയും? പവർ ഈസ് ഈക്വൽ ടു V into I. പവർ ഈസ് ഈക്വൽ ടു V into I. അങ്ങനെയാണെങ്കിൽ H is equal to VIT എന്ന ഇക്വേഷനകത്ത് VIക്ക് പകരം നമുക്ക് പവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. H is equal to VT. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ 4 ഇക്വേഷനുകളാണ് ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ H is equal to I square RT. Then second equation H is equal to V square by R into T. Then third equation H is equal to VIT. Then fourth equation H is equal to VT. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ ഈ 4 ഇക്വേഷനും നമുക്ക് പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. ഇനി ഒരു പോർഷൻ നമ്മൾ പറയുകയാണ്. ഇവിടെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ട് പറയാം. ഇവിടെ ഒരു നിക്രോമിന്റെ കമ്പി തന്നെ 6 വോൾട്ട് ബാറ്ററിയുമായിട്ട് ഒരു സ്വിച്ചുമായിട്ടും കണക്ട് ചെയ്തിരിക്കും. ഇവിടെ നിക്രോമിന്റെ കോയിലിലൂടെ കറണ്ട് കടന്നു ചെല്ലുമ്പോൾ നിക്രോം റെഡ് ഹോട്ട് കണ്ടീഷനിൽ ആകുന്നതിന് കാരണം എന്താണ്? ഇറ്റ് ഹാസ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഹീറ്റ്. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ ഒരു വസ്തുവിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജൂൾ ഹീറ്റ്. ജൂൾ ഹീറ്റ് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ടും, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ V ആണ്. 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന വൈദ്യുത ചാർജിന്റെ അളവ് 1 കുളം, 1 C കുളോം എന്ന് പറയുന്ന കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇതെല്ലാം നമ്മൾ COULOMB കുളോം is the unit of quantity of electric charge ആണെങ്കിൽ ഇവിടെ ഈ ഡിവൈസ്, അതായത് ഇവിടെ നമ്മൾ ഒരു നിക്രോമിന്റെ കോയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ചെയ്യുന്ന വർക്കിന്റെ അളവ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ഒരു പുതിയ W is equal to V into Q എന്ന് പറയുന്ന ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പോർഷൻ നമ്മൾ I is equal to Q by T എന്നും Q is equal to I into T എന്നും പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഡിവൈസ്, അതായത് ഇവിടെ ഒരു നിക്രോമിന്റെ കോയിൽ ചെയ്യുന്ന വർക്കിനെ ഹീറ്റ് ഡെവലപ്പുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തിയാൽ H is equal to V into Q എന്ന് പറയാം. ഇവിടെ Qന് പകരം നമുക്ക് IT എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ല, ഓൾറെഡി നമുക്ക് കിട്ടിയതാണ്.
H is equal to V into I into T. This is the important equations related to this portion. Arithmetic calculation ചെയ്യുമ്പോൾ അങ്ങനെയാണ്. കറണ്ട് കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ്. അതായത് ഒരു സർക്യൂട്ടിൽ 10 കുളം കറണ്ട് 5 സെക്കൻഡ് ടൈമിൽ കടന്നു പോവുകയാണെങ്കിൽ അതിൽ ഇവിടെ കടന്നു പോകുന്ന 5 സെക്കൻഡ് ആണ് 10 കുളം, അതായത് 10 കുളം കറണ്ട് 5 സെക്കൻഡ് ടൈം പാസ് ചെയ്താൽ അതിനകത്ത് കറണ്ടിന്റെ അളവായി നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? I is equal to Q by T, then 10/5 എന്ന് പറഞ്ഞാൽ 2 ആംപിയർ എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ. അപ്പൊ നമുക്ക് ഇക്വേഷനുകൾ I is equal to, ഒന്നുകൂടെ പറയുകയാണ്, ഈ ചാപ്റ്ററിലെ മൊത്തം ഇക്വേഷനുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ പോർഷൻ നമ്മൾ ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് I is equal to Q by T. First. Second equation, Q is equal to I into T. ചില സമയങ്ങളിൽ വർക്ക് ഡൺ ചോദിക്കാറുണ്ട്. V into Q, പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇത് പറയും. അങ്ങനെയാണെങ്കിൽ 4 H is equal to I square RT. And the fifth equation, H is equal to V square by R into T. And sixth equation, H is equal to VIT. And the seventh equation, H is equal to PT. ഇത്രയും ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻ ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ടേമുകളെന്ന് ഒരിക്കൽ കൂടി പരിചയപ്പെടാം. കറണ്ടിനെ ഡിനോട്ട് ചെയ്ത ലെറ്റർ ആണ് I. T ടൈമിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സമയം. Q ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അളവാണ്. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ്. ഓക്കെ. ആൻഡ് W എന്ന് പറയുന്നത് വർക്ക്. ഡിനോട്ട് ചെയ്ത ലെറ്റർ W. R റെസിസ്റ്റൻസ്. V potential difference or voltage. H heat. Then P power. ഏകദേശം എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിനെല്ലാം യൂണിറ്റുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞെങ്കിലും ഒന്നുകൂടെ പറയാം. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ. ടൈം യൂണിറ്റ് സെക്കൻഡ് ആണ്, ഡിനോട്ട് ചെയ്ത ലെറ്റർ എസ്. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജിന്റെ കുളം ആണ്, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ സി ആണ്. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്, വർക്ക് ജൂൾ, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ജെ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇങ്ങനെയാണ്. ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് ആണ്, യൂണിറ്റ് വി, ഡിനോട്ട് ചെയ്യുന്നത്. ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ, ജെ. ഇതും പ്രധാനപ്പെട്ടാണ്. പവറിന്റെ യൂണിറ്റ് വാട്ട്, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഡബ്ല്യു. സോ ഇത്രയും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത പോർഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ